Good morning. ഇന്ന് നമ്മൾ ലാബ് സെഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ക്ലാസ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ not yesterday, before yesterday, when we discussed the syllabus, you saw that we have got a certain number of topics in the lab session, as well as you have got group discussion and presentation for internal evaluation. Okay, so ഈ ഗ്രൂപ്പ് ഡിസ്കഷനും പ്രസന്റേഷനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് ടൈം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഗ്രൂപ്പ് ഡിസ്കഷനും പ്രസന്റേഷനുമാണ് ആദ്യം എടുക്കാനായിട്ട് പോകുന്നത്. ദെൻ ഐ വിൽ ഗിവ് യു ടൈം ടു പ്രിപ്പയർ ഫോർ ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് പ്രസന്റേഷൻ. ആൻഡ് ഈ ഫ്രൈഡേ സെഷൻസ് യൂസ് ചെയ്തിട്ട് തന്നെയായിരിക്കും ഞാൻ ഈ സെഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത്. നൗ ഒരു കാര്യം പ്ലീസ് ഓർക്കുക, നിങ്ങൾ ലൈഫ് സ്കിൽസിന് വേണ്ടിയിട്ട് ഒരു 200 പേജസ് ബുക്ക് നിങ്ങൾ മേടിച്ച് അത് വെക്കണം. നമ്മുടെ ലാബ് സെഷൻസ് എന്ത് ആക്ടിവിറ്റി ഞാൻ പറഞ്ഞാലും നിങ്ങൾ അതിലേക്കായിരിക്കണം ചെയ്യുന്നത്. ലാബ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ ലാബ് എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പലതരം ആക്ടിവിറ്റീസ് ഉണ്ടാവും. ചിലത് കമ്പ്യൂട്ടറിലൂടെ ചെയ്യേണ്ട ആക്ടിവിറ്റീസും ആയിരിക്കും. ഓക്കെ, നൗ ഗ്രൂപ്പ് ഡിസ്കഷന് ഐ വിൽ ബി സെൻഡിങ് യു, അതർ ദാൻ വാട്ട് ഐ എം ടെല്ലിങ് യു ഇൻ ദ ക്ലാസ്, ഇതുപോലെ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങളോ അല്ലാതെ യൂട്യൂബിലെ ചില ഇൻഡിക്കേറ്റീവ് ആയിട്ടുള്ള ചില വീഡിയോസിന്റെ ലിങ്കും കൂടെ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അതും നിങ്ങൾ കാണണം. ഓക്കെ, സോ ഇതെല്ലാം കൂടെ ഒന്നിച്ച് പോകണം. അതിനൊക്കെയാണ് ശരിക്കും കമ്പ്യൂട്ടർ ലാബ് വെച്ചിട്ടാണ് ഞാൻ ഈ സെഷനുകൾ എടുക്കാറ്. സോ ദാറ്റ് യു ക്യാൻ ബ്രിങ് യുവർ ഓൺ ഹെഡ്സെറ്റ് ആൻഡ് യു ക്യാൻ ലിസൺ ടു ദ വീഡിയോ ക്ലിപ്സ് ദാറ്റ് ഐ ഗിവ് യു ആൻഡ് ദ ആക്ടിവിറ്റീസ് ക്യാൻ ബി ഡൺ ഡയറക്ട്ലി ഇൻ ദ ലാബ് ഇറ്റ്സെൽഫ്. ഓക്കെ, ഇതിപ്പോൾ അത് സാഹചര്യം ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ അതാത് ദിവസം കറക്റ്റ് ആയിട്ട് നിങ്ങൾ കേട്ട് പോകണം. ഓക്കെ, സോ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത് വി ഹാവ് ഗോട്ട് എ നമ്പർ ഓഫ് പീപ്പിൾ. അവർ തമ്മിൽ ആശയങ്ങൾ ഷെയർ ചെയ്യുന്നതിനാണ് നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. അതൊരു ഡിബേറ്റ് അല്ല, എന്നുവെച്ചാൽ അവിടെ ആരും ജയിക്കുകയോ തോക്കുകയോ ചെയ്യുന്നില്ല. ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യുമ്പം ആ ഗ്രൂപ്പിന്റെ ആണ് ജയം, അല്ലാതെ ഇൻഡിവിജ്വൽസിനല്ല അവിടെ ഇമ്പോർട്ടൻസ്. എപ്പോഴും ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്യുമ്പോഴത്തേനും ഗ്രൂപ്പ് നന്നായിട്ട് ഡിസ്കസ് ചെയ്ത് അത് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള സൊല്യൂഷൻസ്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോബ്ലത്തിന് സൊല്യൂഷൻസ് ആയിട്ട് നമുക്ക് കിട്ടത്തക്കണം വേണം ഗ്രൂപ്പ് ഡിസ്കഷൻ നടക്കുന്നത്. ഡിബേറ്റ് അങ്ങനെയല്ല. രണ്ട് ഗ്രൂപ്പ് തമ്മിൽ ഡിബേറ്റ് ചെയ്താലും രണ്ട് ഇൻഡിവിജ്വൽസ് തമ്മിൽ ഡിബേറ്റ് ചെയ്താലും അവിടെ ഒരാളും മറ്റേ ആളുടെ പോയിന്റിനെക്കാട്ടിലും മോർ സ്ട്രോങ് ആയിട്ടുള്ള പോയിന്റ്സും മോർ റെലവെന്റ് ആയിട്ടുള്ള പോയിന്റ്സും പറയുമ്പോൾ ഒരാള് ജയിക്കുന്നു, ഒരാള് അത്ര ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പറഞ്ഞില്ല. അങ്ങനെയാണ് ഡിബേറ്റ് ജയിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് എ ഫൈറ്റ് ആൻഡ് വി ആർ നോട്ട് പ്രൂവിങ് എ പോയിന്റ്. ഓക്കെ, ഗ്രൂപ്പ് ഡിസ്കഷനിൽ പോയിന്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ചെയ്ത് ആവശ്യമായ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻ അവർ സിലബസ് വി ഹാവ് ഗോട്ട് 2 topics in group discussion. Difference between group discussion and debate, അതാണ് ഒരു കാര്യം നമ്മൾ പഠിക്കാനുള്ളത്. അടുത്തത് എങ്ങനെയാണ് ഗ്രൂപ്പ് ഡിസ്കഷനിൽ സക്സസ് എൻഷുർ ചെയ്യുന്നത്, നല്ലൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ എങ്ങനെയാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഉള്ളത്. ഓക്കെ, ഗ്രൂപ്പ് ഡിസ്കഷൻ എന്താണ്? ഗ്രൂപ്പ് ഡിസ്കഷൻ എ ഫോർമൽ സ്ട്രക്ചേർഡ് ഡിസ്കഷൻ ബിറ്റ്വീൻ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. 3 പേരുണ്ടെങ്കിൽ അതൊരു ഗ്രൂപ്പ് ഡിസ്കഷനാണ്. ഓക്കെ, ഈ 3 തൊട്ട് 10-15 പേര് വരെയുള്ള വലിയ ഗ്രൂപ്പ് ആകാം. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ഡിസ്കഷനും കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. നോർമലി ഇറ്റ് ഇസ് ഫ്രം 3 to 10 or 15 അത്രയായിരിക്കും നമ്മുടെ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പം ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തി എല്ലാവരും എഗ്രി ചെയ്യുന്ന ഒരു സൊല്യൂഷനിലേക്ക് എത്താനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് കോൾഡ് ദ പീപ്പിൾ ഇൻ ദ ഗ്രൂപ്പ് ആർ ഡിസ്കസിങ് a topic to reach a consensus. Okay, ഒരു പെർട്ടിക്കുലർ സൊല്യൂഷനിലേക്ക് അവസാനം ഈ ഡിസ്കഷൻ കൊണ്ടെത്തിക്കണം. അതിനാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ നോർമലി ഫോർമൽ ആയിട്ട് നടത്തുന്നത്. ഓക്കെ, എംപ്ലോയീസ് എക്സ്പീരിയൻസ് ഇല്ലാത്ത കാൻഡിഡേറ്റ്സിനെ ജോലിക്ക് എടുക്കുമ്പോൾ, എംപ്ലോയേഴ്സ് എക്സ്പീരിയൻസ് ഇല്ലാത്ത കാൻഡിഡേറ്റ്സിനെ ജോലിക്ക് എടുക്കുമ്പം ഒരു റിക്രൂട്ട്മെന്റ് ടൂൾ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ.
എന്തൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്? നമുക്കൊരു പേഴ്സന്റെ പേഴ്സണാലിറ്റി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അയാൾക്ക് എത്ര നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അസസ് ചെയ്യാനായിട്ട് പറ്റും. ആറ്റിറ്റ്യൂഡ്, ഓക്കെ, അയാൾക്കെതിരായിട്ട് ഒരു കാര്യം എന്തേലും പറഞ്ഞാൽ അയാൾ ഏത് രീതിയിൽ റിയാക്ട് ചെയ്യും എന്നുള്ളതൊക്കെ ഒരു 10-15 മിനിറ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതുപോലെ ഒരു ഗ്രൂപ്പിൽ ഒന്നിച്ച് ഒരു ടീം പ്ലെയർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഈ പർട്ടിക്കുലർ പേഴ്സണിന് പറ്റുമോ? ലീഡർഷിപ്പ് എബിലിറ്റികൾ ഉണ്ടോ? ഇത്രയും കാര്യങ്ങളാണ് നോർമൽ കേസസിൽ ഒരു എംപ്ലോയർ റിക്രൂട്ട്മെന്റിന് വേണ്ടി ഗ്രൂപ്പ് ഡിസ്കഷൻ യൂസ് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യുന്നത്. ഇത് കൂടാതെ എന്തൊക്കെ ക്വാളിറ്റീസ് അസസ് ചെയ്യാം എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് കമ്മ്യൂണിക്കേഷൻ അസസ് ചെയ്യാനായിട്ട് പറ്റും. ടീം ബിൽഡിംഗ് കേപ്പബിലിറ്റി അസസ് ചെയ്യാൻ പറ്റും. ടീം ബിൽഡിംഗ് കേപ്പബിലിറ്റി എങ്ങനെ? ഒരാളിപ്പം ഗ്രൂപ്പിന്റെ അകത്ത് മിണ്ടുന്നതേ ഇല്ല, അപ്പം ആരെങ്കിലും ഒരാൾ അയാളോട് എങ്ങനെയെങ്കിലും സംസാരിപ്പിക്കാനായിട്ട് അയാളോട് ചോദ്യങ്ങൾ ചോദിക്കുവാണെങ്കിൽ, എത്ര മിണ്ടാതിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും എന്തേലുമൊക്കെ മിണ്ടും. ഓക്കെ, അതിനെയാണ് ടീം ബിൽഡിംഗ് കേപ്പബിലിറ്റി. അപ്പൊ ഒരു രണ്ടുപേര് തമ്മിൽ ഡിസ്കസ് ചെയ്ത് അത് പ്രശ്നം ആർഗ്യുമെന്റിലേക്ക് പോവുകയാണ് എന്ന് കാണുവാണെന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേറൊരാൾ എന്തേലും അതിന്റെ ഇടയ്ക്ക് കയറി പറഞ്ഞ് അതിനെ കാം ഡൗൺ, അറ്റ്മോസ്ഫിയർ ക്ലിയർ ചെയ്യുവാണെങ്കിൽ അതും ഒരു ടീം ബിൽഡിംഗ് കേപ്പബിലിറ്റി. അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് അസസ് ചെയ്യാൻ പറ്റും ഈ ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെ. അതുപോലെ ഒരു പ്രോബ്ലത്തിനെ അനലൈസ് ചെയ്യാനായിട്ടുള്ള അബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. റീസണിങ് എന്ന് വെച്ചാൽ ലോജിക്കായിട്ട് നമ്മുടെ ചിന്തകൾ ലോജിക്കലായിട്ടാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ, റീസണിങ് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അസർട്ടീവ്നെസ്, ആർട്ടിക്കുലേഷൻ ആൻഡ് ഇന്റർപേഴ്സണൽ സ്കിൽസ്. അസർട്ടീവ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ വഴക്കിലേക്ക് എത്തിക്കാതെ അസർട്ടീവായിട്ട്, ആധികാരികമായിട്ട് പറയാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? ആർട്ടിക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? ആ ഗ്രൂപ്പിലുള്ള എല്ലാ മനുഷ്യരോടും ഇടപെടാനായിട്ടുള്ള സ്കില്ലുകൾ, അതാണ് ഇന്റർപേഴ്സണൽ സ്കിൽ. രണ്ട് വ്യക്തികൾ തമ്മിൽ ഒന്നിച്ച് പോകാനായിട്ടുള്ള സ്കിൽ ഉണ്ടോ? ഇന്റർപേഴ്സണൽ സ്കിൽ. ക്രിയേറ്റിവിറ്റി, പുതിയ തരം സൊല്യൂഷൻസ് ഡിവൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ആദ്യം ചെയ്യാനായിട്ടുള്ള ഇനീഷ്യേറ്റീവ് എടുക്കാനായിട്ടുള്ള അബിലിറ്റി ഉണ്ടോ? ചിന്തിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ? ഇതെല്ലാം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പറ്റും ത്രൂ ഗ്രൂപ്പ് ഡിസ്കഷൻ. Okay, now first topic is what is the difference between, ഇത് important ആണ്, ഇത് question paperൽ part A sectionൽ വരാൻ പറ്റുന്ന question ആണ്. Okay, so group discussion and debate. What is the difference between group discussion and debate? Group discussion it aims for a consensus. എത്ര വ്യത്യസ്തമായ ചിന്താഗതികളിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിലും അവസാനം ഡിസ്കസ് ചെയ്ത് ഒരുവിധം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സൊല്യൂഷനിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് കഴിയണം. അതാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ. എന്നാൽ ഡിബേറ്റ് അങ്ങനെയല്ല. ഞാൻ തുടങ്ങിയ പോയിന്റിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് മറ്റേ ആളുടെ പോയിന്റ് ഓഫ് വ്യൂ കറക്റ്റ് അല്ല എന്ന് കാണിക്കാനായിട്ടാണ് നമ്മൾ അവിടെ നോക്കുന്നത്. ഓക്കെ, സോ എ ഡിബേറ്റർ സ്റ്റിക്സ് ടു ദ വ്യൂസ് ഹി പ്രസൻസ്. മനസ്സിനെ മാറ്റത്തില്ല, കൺസെൻസസ് അവിടെ ഇല്ല. അവസാനം അറ്റ് ദി എൻഡ് ഓഫ് ദ ഡിബേറ്റ് ഓൾസോ ബോത്ത് പാർട്ടി വിൽ ലീവ് വിത്ത് ദിയർ ഓൺ ഐഡിയാസ്. ഓക്കെ, ആരാണ് ഏറ്റവും നന്നായിട്ട് അവരുടെ ഐഡിയ പ്രസന്റ് ചെയ്തതെന്നുള്ളത് മാത്രമേ ഡിബേറ്റിൽ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഗ്രൂപ്പ് ഡിസ്കഷൻ വി ഹാവ് എൻ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, വെറാസ് ഡിബേറ്റിൽ നമ്മൾ ഐഡിയാസ് എക്സ്ചേഞ്ച് ചെയ്യുവല്ല ചെയ്യുന്നത്, ഷെയർ ചെയ്യുവല്ല ചെയ്യുന്നത്. പകരം എന്തുവാ ചെയ്യുന്നത്? എൻ്റെ ആർഗ്യുമെന്റ് കറക്റ്റ് ആണ് എന്ന് കാണിക്കാനായിട്ടുള്ള പോയിന്റ്സിനെ, കമ്പല്ലിംഗ് ആർഗ്യുമെന്റ്സ് നമ്മൾ പ്രസന്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഒരു പർട്ടിക്കുലർ ഓർഡർ ഒന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈമിൽ സംസാരിക്കാം. ദർ ആർ നോ ടേൺസ്. വേറാസ് ഡിബേറ്റിൽ അങ്ങനെയല്ല. സാധാരണഗതിയിൽ ഒരാൾക്ക് ഇത്ര സമയം കൊടുക്കും, ദർ ബി എ മോഡറേറ്റർ, എന്നിട്ട് ആ മോഡറേറ്റർ അടുത്ത ആൾക്കും അത്രയും സമയം കൊടുക്കും, എന്നിട്ട് അയാൾ പറഞ്ഞ കാര്യങ്ങൾ റെഫ്യൂട്ട് ചെയ്യാനായിട്ട് അടുത്ത കുറച്ച് സമയം കൊടുക്കും. അങ്ങനെ മാറിയാണ് സംസാരിക്കുന്നത്. ദേ ടേക്ക് ടേൺസ് ടു സ്പീക്ക്. ലിസണിങ്, റീസണിങ് ആൻഡ് ഷെയറിംഗ് ഒപ്പീനിയൻസ്. ലിസണിങ്, റീസണിങ് ആൻഡ് ഷെയറിംഗ് ഒപ്പീനിയൻസ്. എന്തിലാ? ഗ്രൂപ്പ് ഡിസ്കഷൻ. നമ്മൾ മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കണം, അവർ പറയുന്നത് മനസ്സിലാക്കി അത് ശരിയാണോ എന്ന് നമ്മൾ അനലൈസ് ചെയ്യണം. അതിനാണ് റീസണിങ് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ ഷെയർ ചെയ്യണം. ഓക്കെ, ഇതെല്ലാം നടക്കുന്നുണ്ട് ഗ്രൂപ്പ് ഡിസ്കഷനിൽ. വേറാസ് ഡിബേറ്റിൽ അങ്ങനെയല്ല. മറ്റുള്ളവരുടെ പോയിന്റ് ഓഫ് വ്യൂവിനെ, മറ്റേ ആളിന്റെ പോയിന്റ് ഓഫ് വ്യൂവിനെ അറ്റാക്ക് ചെയ്ത് അത് കറക്റ്റ് അല്ല എന്ന് കാണിക്കാനും നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിനെ ഡിഫെൻഡ് ചെയ്യുവാനുമാണ് നമ്മൾ ആർഗ്യുമെന്റ്സിനെ പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, ഗ്രൂപ്പ് ഡിസ്കഷനിൽ
നമുക്ക് തുടങ്ങിയപ്പം ഉണ്ടായിരുന്ന ഐഡിയകൾ മാറ്റാം. മറ്റുള്ളവർ പറയുന്ന ഐഡിയാസ് കറക്റ്റ് ആണ് അല്ലെങ്കിൽ അതിന് കുറച്ച് മെറിറ്റ് ഉണ്ട് എന്ന് നമ്മൾ കാണുവാണെങ്കിൽ അതും കൂടെ നമ്മുടെ ഐഡിയാസിന്റെ കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ഐഡിയ ടോട്ടലി മാറ്റാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് ഗ്രൂപ്പ് ഡിസ്കഷനിൽ. പക്ഷേ ഡിബേറ്റിൽ അങ്ങനെയല്ല. രണ്ടു കൂട്ടരും അവർ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കും. ദേ ആർ റിജിഡ് ആൻഡ് അവരുടെ ഒപ്പീനിയൻസ് മാറത്തില്ല. ഓക്കെ, ഗ്രൂപ്പ് ഡിസ്കഷനിൽ പുതിയ പുതിയ സൊല്യൂഷൻസ് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് കഴിയുന്ന സാഹചര്യമാണ്. പക്ഷെ ഡിബേറ്റിൽ അങ്ങനെയല്ല. സൊല്യൂഷൻ ഒന്നും ഉണ്ടാവുമൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ പോയിന്റ്സ് കൂടുതൽ സ്ട്രോങ് ആയിട്ട് ദൃഢപ്പെട്ട് പോത്തേ ഉള്ളൂ. സോ ഇറ്റ് ഇസ് ഡിസ്കോർഡ്. ഒരിക്കലും അത് ഒന്നിച്ച് പിന്നെ ഒരാള് നീ പറയുന്നത് ശരിയാന്ന് പറഞ്ഞ് ഒരിക്കലും നിർത്തത്തില്ല. ഓക്കെ, അടുത്തത് ഗ്രൂപ്പ് ഡിസ്കഷനിൽ കൃത്യമായിട്ട് പേഴ്സണാലിറ്റി ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റും. ഒരു പേഴ്സൺ ആ ഗ്രൂപ്പ് ഡിസ്കഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോ മെമ്പറിന്റെയും പേഴ്സണാലിറ്റി നമുക്ക് ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഡിബേറ്റിൽ നമുക്ക് പേഴ്സണാലിറ്റി ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി ജഡ്ജ് ചെയ്യാനായിട്ട് ഉപയോഗപ്രദമാണ് ഡിബേറ്റ്. ഓക്കെ, നൗ ദീസ് ആർ the differences between group discussion and debate. Now, question പേപ്പറിൽ സാധാരണ ചോദ്യങ്ങൾ വരുന്നത് നേരത്തെ ഇന്നലെ ഞാൻ പറഞ്ഞാൽ 4-5 മാർക്കിനാണ് ഒരു ചോദ്യം വരുന്നത്. അതിനനുസരിച്ചുള്ള പോയിന്റുകൾ 5 മാർക്കിന്റെ ചോദ്യത്തിന് 5 പോയിന്റ് നിങ്ങൾ എഴുതണം. 4 മാർക്കുള്ള ചോദ്യമാണെങ്കിൽ 4 പോയിന്റ് എഴുതിയിരിക്കണം. ഓക്കെ, പോയിന്റ് മാത്രം എഴുതിയാൽ പോരാ, അത് വായിക്കുന്നവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ വേണം നിങ്ങൾ എഴുതാനായിട്ട്. ഓക്കെ, 2 മണിക്കൂറേ ഉള്ളൂ. അതിനുള്ളിൽ നിന്നുകൊണ്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. Okay, now how to have a successful group discussion. Tips for a successful group discussion. ഓർത്തോണം, നിങ്ങൾക്ക് ഇന്റേണൽ ഇവാലുവേഷൻ 9 മാർക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്. സോ ഈ പോയിന്റുകളെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം ഗ്രൂപ്പ് ഡിസ്കഷൻ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ. ഒന്നാമത്തെ കാര്യം, നമ്മളെ കാണുന്ന ആൾക്കാർക്ക് നമ്മൾ കോൺഫിഡന്റ് ആണ് എന്ന് തോന്നുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പോസ്റ്റർ, ഇരിക്കുന്ന രീതി, നമ്മൾ ഐ കോണ്ടാക്ട്, നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾക്ക് കോൺഫിഡന്റ് ആണ് നമ്മുടെ ടോപ്പിക്കിൽ എന്നുള്ളത് കാണിക്കുന്ന രീതിയിൽ വേണം നമ്മളിത് പ്രസന്റ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഫസ്റ്റ് തിങ്, സിറ്റിംഗ് പോസ്ചർ മസ്റ്റ് ബി കോൺഫിഡന്റ്. രണ്ടാമത്തേത്, whenever we speak, even if we are disagreeing, മറ്റേ ആളിന്റെ പോയിന്റ് നമുക്ക് അത്ര കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല, അത് നമ്മൾ പറയുവാണെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും അടിയിടുന്ന രീതിയിലായിരിക്കരുത് പറയുന്നത്. റെസ്പെക്ട്ഫുൾ ആൻഡ് പൊളൈറ്റ്. നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ നെഗറ്റീവ് ആയിരിക്കരുത്, പോസിറ്റീവ് ആയിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി റെസ്പെക്ട്ഫുൾ ആൻഡ് പൊളൈറ്റ്. ഓക്കെ, ആൻഡ് ഈസി വേ ഈസ് തുടങ്ങാനായിട്ട്, സെന്റൻസ് തുടങ്ങാനായിട്ട്, ഐ തിങ്ക് ദർ ഇസ് അനദർ വേ ടു ലുക്ക് അറ്റ് ദിസ്. ഓക്കെ, ഐ ബെഗ് ടു ഡിഫർ. അങ്ങനെ ഈ 2 ടേംസ് യൂസ് ചെയ്ത് എനിക്ക് ഒരു വിപരീത അഭിപ്രായമാണുള്ളത് എന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ പോയിന്റിനെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ സംസാരിക്കുമ്പം നമ്മൾക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്ന് കാണുന്ന രീതിയിൽ അസേർട്ടീവ് ആയിട്ടായിരിക്കണം നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ അഗ്രസീവ് ആയിരിക്കരുത്, അടിയിടുന്ന ടോണിലായിരിക്കരുത് നമ്മുടെ ഗ്രൂപ്പ് ഡിസ്കഷൻ. ഓക്കെ, ഇഫ് പോസിബിൾ ആദ്യം കോൺഫിഡന്റ് ആയിട്ട് തുടങ്ങുന്ന വ്യക്തിക്ക് എപ്പോഴും ഒരു ചെറിയ മാർക്ക് നമ്മൾ കൂടുതൽ കൊടുക്കാറുണ്ട്. സോ ഇഫ് ഇറ്റ് ഇസ് പോസിബിൾ, ബി ദ വൺ ടു സ്റ്റാർട്ട്. എന്ന് വെച്ചാൽ എല്ലാവരും കൂടെ ഒന്നിച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല, ദാറ്റ് വി അണ്ടർസ്റ്റാൻഡ്. Okay, and always begin on a positive note and എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്ത് സംസാരിക്കുന്ന രീതിയിൽ, എല്ലാവരും ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഇൻക്ലൂഡ് ചെയ്ത് സംസാരിക്കുന്ന രീതിയിൽ വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, സോ ദാറ്റ് എവ്രിബഡി ക്യാൻ പാർട്ടിസിപ്പേറ്റ്. ഓക്കെ, സപ്പോസിങ് നമ്മുടെ ഈ ഡിസ്കഷന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംസാരിച്ച് അവസാന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് മാറിപ്പോകാനായിട്ടുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. ഓക്കെ, അങ്ങനെ പോകുന്നതായിട്ട് ആർക്കെങ്കിലും, ഒന്നാമത് നമ്മൾ അങ്ങനെ പോകരുത്, നമ്മൾ എപ്പോഴും ആ റൈറ്റ് ട്രാക്കിൽ തന്നെ ആയിരിക്കണം ഡിസ്കഷൻ കൊണ്ടുപോകുന്നത്. ഇനി എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റ് പറഞ്ഞ് നമ്മൾ ട്രാക്കിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്താൽ തിരിച്ച് ആ ട്രാക്കിലേക്ക് വരണം ആഫ്റ്റർ ഫ്യൂ സെക്കൻഡ്സ്. ഓക്കെ, ആൻഡ് ബിക്കോസ് ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഡിസ്കഷൻ, ആൻഡ് ഓർത്തോണം, ഗ്രൂപ്പ് ഡിസ്കഷൻ നിങ്ങൾ പ്ലേസ്മെന്റ് S7 സമയത്ത് നിങ്ങൾക്ക് പ്ലേസ്മെന്റിന്റെ ടൈമിലാണേലും ഇപ്പം S1 ഡിസ്കസ് ചെയ്യുമ്പോഴാണേലും ഒരാൾ നിങ്ങൾക്ക് മാർക്ക് ഇടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സംസാരിക്കുന്നത് ലൗഡായിട്ടും ക്ലിയർ ആയിട്ടും ആയിരിക്കണം സംസാരിക്കുന്നത്. ഒത്തിരി സ്പീഡിലും സംസാരിക്കാൻ പാടില്ല, തീരെ സ്പീഡ് കുറച്ചും സംസാരിക്കാൻ പാടില്ല. നമ്മുടെ ഓഡിയൻസിന് അല്ലെങ്കിൽ ഗ്രൂപ്പിലുള്ളവർക്ക്
മുഷിഞ്ഞു പോകാത്ത രീതിയിലും സംസാരിക്കണം. അറ്റ് ദ സെയിം ടൈം എല്ലാവർക്കും കാര്യം മനസ്സിലാകുന്ന രീതിയിൽ വേണം സംസാരിക്കാൻ. ഓക്കെ, ആസ് ഐ ടോൾഡ് യു ഏർലിയർ, ലൈഫ് സ്കിൽസിന്റെ കേസിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഓക്കെ, തീരെ നിവൃത്തിയില്ലെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ സംസാരിച്ചാലും മാർക്ക് കുറച്ച് കുറയും, എന്നാലും കുഴപ്പമില്ല. പക്ഷേ യു മസ്റ്റ് ലേൺ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. കാരണം പറഞ്ഞല്ലോ, ഈ ട്രെയിനിങ് എല്ലാം നമ്മൾ ചെയ്യുന്നത് അവസാനം നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പ്രശ്നം ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇപ്പോഴേ തൊട്ട് കുറേശ്ശെ ക്രമേണ പഠിച്ചു വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് ഇംഗ്ലീഷിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ആസ് ഐ ടോൾഡ് യു യെസ്റ്റർഡേ, ഇംഗ്ലീഷ് എന്നൊരു കോമൺ ലാംഗ്വേജ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. If you're going to work in Germany, you may have to learn German language. Okay, so that will depend on your എവിടെയാണോ ജോലി ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾ മാറേണ്ടതായിട്ട് വരാം. Okay, generally speaking, English is a common language which can be understood by most of the population of the world. So I'm saying that English is the language in which you are expected to speak. Okay, now നമ്മൾ ഈ ഗ്രൂപ്പ് ഡിസ്കഷന്റെ ഇടയിൽ നമ്മൾ മാത്രം സംസാരിച്ചുകൊണ്ടിരുന്നാൽ അതൊരിക്കലും ഡിസ്കഷൻ ആകത്തില്ല. ഓക്കെ, ഡിസ്കഷൻ ആകണമെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും സംസാരിക്കണം. അപ്പൊ അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കണം. ലെറ്റ് അതേഴ്സ് ഓൾസോ ഷെയർ ദിയർ വ്യൂസ്. എൻകറേജ് റിലക്റ്റന്റ് മെമ്പേഴ്സ് ടു സ്പീക്ക്. ഉണ്ടാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യണം. അത് വളരെ സിമ്പിൾ ആണ്. എന്തെങ്കിലും ഒരു പോയിന്റ് പറഞ്ഞിട്ട് എന്ത് പറയുന്നു ഇതിനെക്കുറിച്ച്, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ്, വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ, അങ്ങനെ ഒരു ചോദ്യം നമ്മൾ അവരോട് ചോദിക്കുവാണെങ്കിൽ അവർ എന്തേലും ഒന്ന് പറഞ്ഞാലേ പറ്റത്തുള്ളൂ. ചിലർക്ക് ആ സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവരെ ഷെയർ ചെയ്തോളും അവരുടെ ഐഡിയാസ്. ഓക്കെ, അതൊന്നും പാടില്ല. മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള മാർക്ക് നിങ്ങൾക്ക് കുറയും. അതുകൊണ്ട് ഗ്രൂപ്പിൽ നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് കേപ്പബിൾ ആണ് എന്നാണ് നിങ്ങൾ കാണിക്കേണ്ടത്. അതുകൊണ്ട് സംസാരിക്കാൻ ഇച്ചിരി മടിയുള്ള കുട്ടികൾ പോലും നിങ്ങൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഒരുങ്ങി വേണം ഒരു ഗ്രൂപ്പ് ഡിസ്കഷനും വരാൻ. ഓക്കെ, ഇനി ഇത് മാത്രമല്ല, എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കോൺഫിഡൻസ് കാണിക്കുന്നത് നമ്മൾ ഇരിക്കുന്ന പൊസിഷനിൽ മാത്രമല്ല. ഓക്കെ, ഐ വിൽ ബി ടേക്കിംഗ് ബോഡി ലാംഗ്വേജ്. ലാബ് സെഷൻസിൽ തന്നെ ബോഡി ലാംഗ്വേജ് ഞാൻ എടുക്കും. ഈ ബോഡി ലാംഗ്വേജ് എടുക്കുന്ന സമയത്ത് യു വിൽ സീ ദാറ്റ് പല രീതിയിൽ പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പേഴ്സൺ. അതിലൊന്ന് എന്ന് വെച്ചാൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടും അറ്റൻറ്റീവ് ആയിട്ടും വേണം ഇരിക്കാൻ. നമ്മുടെ ഐ കോണ്ടാക്ട്, ആരാണോ സംസാരിക്കുന്നത് അവരുടെ മുഖത്ത് നോക്കി വേണം നമ്മൾ ഇരിക്കാനായിട്ട്. നമ്മൾ സംസാരിക്കുമ്പോഴും മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി, കണ്ണിൽ നോക്കി വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഗുഡ് പോസ്ചർ. ഓക്കെ, നൗ ബിഗിൻ വിത്ത് എ വാലിഡ് പോയിന്റ്. എപ്പോഴും നമ്മൾ ഡിസ്കഷന്റെ സമയത്ത് എന്ത് കാര്യമാണോ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ പോയിന്റ് വേണം ആദ്യം പറയാൻ, എന്നിട്ട് വേണം അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ. കാരണം ഒത്തിരി കഥകൾ പറഞ്ഞിട്ട് പോയിന്റിലേക്ക് എത്തുമ്പോഴത്തേനും ആൾക്കാരുടെ ഇൻട്രസ്റ്റ് പോയിട്ടുണ്ടാവും, അവരത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തുടങ്ങുമ്പോൾ തന്നെ പോയിന്റ് അങ്ങ് പറഞ്ഞേക്കണം. അത് കഴിഞ്ഞിട്ട് വേണം അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ഓക്കെ, ആൻഡ് ഇഫ് ഇറ്റ് ഇസ് പോസിബിൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് കാണിക്കാൻ പാകത്തിനുള്ള ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. അപ്പൊ ഏതെങ്കിലും വർഷം, ഇന്ന വർഷത്തിൽ ഇന്നത് നടന്നു, ഇത്ര സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടായിരുന്നു, ഇന്ന വർഷം, അങ്ങനത്തെയൊക്കെ ഫാക്ട്സ് നമുക്ക് ഓർക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് പ്രസന്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ ക്രെഡിബിലിറ്റി ഉണ്ടാകും. ക്രെഡിബിലിറ്റി എന്ന് വെച്ചാൽ അത് ശരിയാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നത്തക്കവണ്ണം നമുക്കത് പ്രസന്റ് ചെയ്യാനായിട്ട് കഴിയും. എന്ന് കരുതി ചുമ്മാ എന്തെങ്കിലും വിളിച്ച് പറയരുത്, നമുക്കറിയാവുന്നതേ പറയാവൂ. ഓക്കെ, ഓൾസോ വി മസ്റ്റ് exchange ideas with healthy disagreements, agreements. എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറഞ്ഞാലും ഹെൽത്തി ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരിക്കണം. വേറൊരാളെ കട്ട് ഓഫ് ചെയ്യുന്ന പോലെ, അവരെ സ്നബ് ചെയ്യുന്ന പോലത്തെയോ അവരെ എന്താ പറയുക താഴ്ത്തി കാണിക്കുന്ന പോലത്തെയോ ഒരു വർത്താനങ്ങളും നമുക്ക് നമ്മുടെ ഈ ഡിസ്കഷന്റെ ഇടയിൽ ഉണ്ടാവാനായിട്ട് പാടില്ല. ഓക്കെ, ഹെൽത്തി ആയിട്ടുള്ള റീസണിങ് ആയിരിക്കണം. നെഗറ്റീവ് കാര്യങ്ങൾ പറയുന്ന പോലും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കണം. എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് തെറ്റാണ് ചൂണ്ടിക്കാണിക്കും, കുറെ ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ അവരുടെ ഉത്തരങ്ങളിൽ നിന്നും തന്നെ അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ശരിയല്ലല്ലോ എന്ന് നമുക്ക് കൊണ്ട് എത്തിക്കാനായിട്ട് കഴിയും. യൂസ് ക്രിയേറ്റീവ് വേസ് ഇൻ വിച്ച് യു ക്യാൻ ഷെയർ യുവർ ഐഡിയാസ്. ഓക്കെ, ഇത്രയുമാണ് ഗ്രൂപ്പ് ഡിസ്കഷനെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇനി പ്രസന്റേഷൻ സ്കിൽസ്. ഓക്കെ, പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഡിവിജ്വലി ആണ്
നമ്മൾ ഈ പ്രസന്റേഷൻസ് ചെയ്യാനായിട്ട് പോകുന്നത്. 6 മാർക്കാണ് നമ്മുടെ ഇന്റേണൽ ഇവാലുവേഷനിൽ പ്രസന്റേഷൻ സ്കിൽസിന് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, പ്രസന്റേഷൻ സ്കിൽസിൽ നമ്മുടെ സിലബസിൽ പറയുന്നത് ഓറൽ പ്രസന്റേഷൻ ആൻഡ് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ്. ഓറൽ പ്രസന്റേഷൻ ആൻഡ് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ്. ഓക്കെ, കുറെ ഒരു ഓഡിയൻസിന് മുമ്പിൽ പ്രസന്റ് ചെയ്യാനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി വേണം. അതേപോലെ തന്നെ സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തരാനായിട്ടുള്ള കേപ്പബിലിറ്റി. ഇതാണ് പ്രസന്റേഷൻ സ്കിൽസ്. ഇനി ഓർത്തോണം, പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ PPT അല്ല നമ്മുടെ പ്രസന്റേഷൻ എത്ര നല്ലതാണ് എന്ന് കാണിക്കുന്നത്. The presentation, our PPT is only an aid. ഓക്കെ, ഞാനിപ്പോ പറയുന്ന കാര്യങ്ങൾ ഞാനാണ് പ്രസന്റ് ചെയ്യുന്നത്, ഞാനാണ് അതിനെ എലാബറേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ ഈ PPT സ്ലൈഡ്സിൽ നിന്നും ചുമ്മാ വായിച്ചു പോയി കഴിഞ്ഞാൽ അത് പ്രസന്റേഷൻ ആകത്തില്ല. ഓക്കെ, നൗ business presentations എന്ന് പറയുന്നത് is another category, and because many of you will later on work in the business scenario, I will teach you what is the difference between the two. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രസന്റേഷൻ സ്കിൽസിൽ നമ്മുടെ സിലബസ് പ്രകാരം പഠിക്കാനായിട്ട് പോകുന്നത്. സോ പ്രസന്റേഷൻ എടുക്കുമ്പം പ്രസന്റ് ചെയ്യുന്ന വ്യക്തിയുടെ ചുമതലയാണ് നമ്മൾ എന്ത് ടോപ്പിക്കാണോ പ്രസന്റ് ചെയ്യുന്നത് അതിനെ കുറിച്ച് ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യുക. ഓക്കെ, അപ്പൊ കൺവിൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഡിയൻസ് ആരാണെന്നും അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നും അവർക്ക് ഈ പർട്ടിക്കുലർ ടോപ്പിക്ക് പ്രസന്റ് ചെയ്യുമ്പം ഏത് രീതിയിൽ പ്രസന്റ് ചെയ്യണമെന്നും നമുക്കൊരു ഐഡിയ വേണം. എന്നെങ്കിൽ മാത്രമാണ് എഫക്റ്റീവ്ലി നമുക്കൊരു ടോപ്പിക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. Only then we can convince our audience that this particular topic is relevant. Okay, ഇപ്പം നമ്മളൊരു സെയിൽസ് പ്രസന്റേഷൻ ആണ് നടത്തുന്നതെങ്കിലും at the end of our presentation ആ പ്രോഡക്റ്റ് കൊള്ളാം, ഇത് മേടിക്കണം എന്നുള്ള ഒരു തോന്നൽ വരത്തക്കണം വേണം നമുക്ക് നമ്മൾ പ്രസന്റ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഈ ഓഡിയൻസിന് ഏത് രീതിയിൽ ഈ ടോപ്പിക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നുമോ ആ രീതിയിലായിരിക്കണം പ്രസന്റർ പ്രസന്റ് ചെയ്യാൻ. ഓക്കെ, സോ ദ പ്രസന്റർ is actually selling the idea to the audience. ഓക്കെ, now ഓറൽ പ്രസന്റേഷന്റെ സമയത്ത് നമ്മൾ സംസാരിക്കുന്നത് എപ്പോഴും ഓർത്തോണം, വാക്കുകളെക്കാട്ടിലും കൂടുതൽ ഇൻഫ്ലുവൻസ് ആണ് ഇമേജസിനും വീഡിയോസിനും ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ടൂൾസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ടൂൾസ് ആയിട്ട് നമുക്ക് PPT യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നോട്ട്സോ സ്ലൈഡ്സോ ചാർട്ട്സോ മോഡൽസോ ക്ലിപ്സ് വീഡിയോ ക്ലിപ്സോ എനിത്തിങ് ടൂളായിട്ട് പല കാര്യങ്ങളും നമുക്ക് ഉപയോഗിക്കാം when we are doing a presentation. പക്ഷെ അതെല്ലാം എയ്ഡ് മാത്രമാണ്, അതല്ല പ്രസന്റേഷൻ. അത് ഓർത്തോണം. അപ്പം നിങ്ങൾ പ്രസന്റേഷന്റെ സമയത്ത് ചുമ്മാ കുറെ കാര്യങ്ങൾ എഴുതി ഇട്ടിട്ട് അത് വായിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ it is not a presentation. അതിനൊന്നും മാർക്ക് ആർക്കും തരാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, now what are the different types of presentation? Okay, what are the different types of presentation? പ്രസന്റേഷന് 5 തരമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. ഒന്ന് ഇൻഫോർമേറ്റീവ്, ഇൻസ്ട്രക്ഷണൽ, മോട്ടിവേഷണൽ, പെർസുവേസീവ് ആൻഡ് ഡിസിഷൻ. ഓക്കെ, അപ്പൊ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പ്രസന്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ നമ്മൾ ഒരു ഓഡിയൻസിനെ ഇൻഫോം ചെയ്യുക. ഓക്കെ, അവരുടെ അവയർനെസ് നമ്മൾ കൂട്ടുക. സോ ഇറ്റ്സ് പ്രസൻസ് ഇൻഫർമേഷൻ. അതിൻ്റെ അകത്ത് കുറെ സ്പെസിഫിക്കേഷൻസ് കാണാം, ഡേറ്റ് കാണാം, ടൈം കാണാം, കോസ്റ്റ് കാണാം, എഫക്റ്റ് കാണാം, കുറെ പോയിന്റ്സ് കാണാം. ഓക്കെ, ദാറ്റ് ഇസ് കുറെ ഇൻഫർമേഷൻ നമ്മൾ ഡെലിവർ ചെയ്യുക. ഇൻസ്ട്രക്ഷണൽ എന്ന് പറയുമ്പം പഠിപ്പിക്കാൻ നമുക്ക് ആവശ്യമായ രീതിയിലാണ് പ്രസന്റ് ചെയ്യുന്നത്. സോ വി ആർ പ്രസന്റിങ് ഇൻ സച്ച് എ വേ that particular topic is being taught or learned by the audience. അതിനാവശ്യമായ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻസ്ട്രക്ഷണൽ പ്രസന്റേഷൻസ് നടത്തുന്നത്. പിന്നെ what I am doing over here is an instructional presentation. ഓക്കെ, അതിനാവശ്യമായ രീതിയിലാണ് ഞാൻ പ്രസന്റ് ചെയ്യുന്നത്, ഞാൻ സംസാരിക്കുന്നത്, ഞാൻ വീഡിയോ ക്ലിപ്സ് ഇടുന്നത് എല്ലാം ആ രീതിയിലായിരിക്കും. ഓക്കെ, മോട്ടിവേഷണൽ പ്രസന്റേഷൻ. ഇവൻ നിങ്ങളുടെ സ്റ്റുഡന്റ് ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ ഒരു ഡോക്ടർ അജിത്ത് ഉണ്ടായിരുന്നു, ഡോക്ടർ അജിത് മേനോൻ. പുള്ളിക്കാരൻ നിങ്ങളോട് ഒരു മോട്ടിവേഷണൽ ടോക്കാണ് നിങ്ങൾക്ക് തന്നത്. സോ ഇറ്റ് ഇസ് a talk which arouses the emotion and enthusiasm
ഇൻ ദി ഓഡിയൻസ്. അത് കേൾക്കുന്നതിലൂടെ എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു തോന്നൽ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ മോട്ടിവേഷണൽ പ്രസന്റേഷൻസ് നടത്തുന്നത്. പെർസ്വേസീവ് പ്രസന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ പ്രസന്റ് ചെയ്തിട്ട് അത് ആ ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യത്തക്കണം, അവർക്കത് മനസ്സിലായി അവരുടെ ഉള്ളിലും ശരിയാണ്, ഇത് ശരിയാണ് എന്ന് തോന്നത്തക്കവണ്ണം നമ്മൾ പ്രസന്റ് ചെയ്യുന്നതിനാണ് പെർസ്വേസീവ് പ്രസന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ഡിസിഷൻ പ്രസന്റേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്, നമ്മൾ ഈ പ്രസന്റേഷൻ എല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴത്തേനും അവർ എയിം ഇസ് ദാറ്റ് ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷനെ കുറിച്ച് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ഓഡിയൻസിന് പറ്റണം. ആ രീതിയിലാണ് നമ്മൾ ഡിസിഷൻ പ്രസന്റേഷൻ പ്രസന്റ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദി സ്പെസിഫിക് ടൈപ്സ് ദാറ്റ് വി ആർ ഗോയിങ് ടു ലേൺ. എഞ്ചിനീയറിംഗിന് ആവശ്യമായ കാര്യങ്ങളാണ് ഞാൻ ഈ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നൗ ഒരു പർട്ടിക്കുലർ പ്രസന്റേഷൻ ഇതിന്റെ കോമ്പിനേഷൻസ് ആകാം. ഇൻഫോർമേറ്റീവ് മാത്രമല്ല, ഇൻഫോർമേറ്റീവ് ആസ് വെൽ ആസ് ഇൻസ്ട്രക്ഷണൽ ആകാം, മോട്ടിവേഷണൽ ആൻഡ് ഇൻസ്ട്രക്ഷണൽ ആകാം. ഓക്കെ, അങ്ങനെ പല കോമ്പിനേഷൻസ് ഉള്ളത് ഈ 5ഉം ഒരേ പ്രസന്റേഷനിൽ ഉണ്ടായി എന്ന് വരാം. ഓക്കെ, സോ a combination of all of these things can be a presentation. ഒരെണ്ണം മാത്രമേ ഒരു ടൈപ്പ് ഓഫ് പ്രസന്റേഷനിൽ ഉണ്ടാകാവൂ എന്ന് നിർബന്ധം ഇല്ല. ഓക്കെ, now this is important. നിങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോൾ I am going to be giving you time. Each one of you will have to present a topic separately. ഓക്കെ, അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഞാൻ ഇനി ക്രമേണ പറഞ്ഞുതരും. സോ പ്രസന്റേഷന്റെ ടിപ്സ് ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. കീ എലിമെന്റ്സ് ദാറ്റ് മേക്ക് എ പ്രസന്റേഷൻ സക്സസ്ഫുൾ. 1, നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. നമ്മുടെ പ്രസന്റേഷൻ ഏത് ടോപ്പിക്കിനെ കുറിച്ചാണേലും ആ ടോപ്പിക്കിനെ കുറിച്ച് നല്ലൊരു നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. മാർക്ക് ഞാൻ ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു, നോളജ് ഓഫ് ദ ടോപ്പിക് ഇസ് 1-2 മാർക്സ്. ഞാൻ മാർക്ക് ഇടുമ്പോൾ ഞാൻ 2-ലായിരിക്കത്തില്ല ഇടുന്നത്, കൂടുതൽ മാർക്കിൽ ഇട്ടിട്ട് ഞാൻ പിന്നെ സ്കെയിൽ ഡൗൺ ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ, സോ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ ആ ടോപ്പിക്കിനെ കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ, പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ക്ലിയർ ആയിട്ട്. അതുകൊണ്ട് ഒരു സ്ട്രക്ചർ വേണം പ്രസന്റേഷന്. നല്ല മനസ്സിലാക്കാനായിട്ട് ഈ ടോപ്പിക് ഡെലിവർ ചെയ്യാനായിട്ട് മനസ്സിലാവുന്ന രീതിയിലുള്ള കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള പോയിന്റ്സ് വേണം. ആവശ്യമായ ഡേറ്റയും അതിനൊരു ഓർഡറും വേണം. ആൻഡ് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നല്ല നോളജും വേണം. ഓക്കെ, പിന്നെ മോഡ് ഓഫ് പ്രസന്റേഷൻ ഏതാണെന്ന് നമ്മൾ നേരത്തെ നമ്മുടെ ഓഡിയൻസിനെ ബേസ് ചെയ്ത് ടൈം എത്രത്തോളം നമുക്കുണ്ട് എന്ന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് രീതിയിൽ പ്രസന്റ് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ, സോ ഓറൽ ആയിട്ടാണ് നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ മെമ്മറീനെ എയ്ഡ് ചെയ്യാനായിട്ടുള്ള കുറച്ച് എയ്ഡ്സ് ഉണ്ടാകും. അത് കൂടാതെ നമ്മുടെ ഓഡിയൻസിന്റെ എന്താ അറ്റൻഷൻ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ ക്ലിപ്സോ സോങ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആനിമേഷനോ ആക്ടിവിറ്റീസോ ഒക്കെ നമുക്ക് ഉണ്ടാകാം. ഓക്കെ, സോ വി ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് ഹൂ വി ആർ ടോക്കിംഗ് ടു ആൻഡ് വേർ വി ആർ ടോക്കിംഗ് ടു ആൻഡ് ഹൗ ലോങ് വി ആർ ടോക്കിംഗ്. ഓൺലി ദെൻ നമുക്ക് പ്രോപ്പർ ആയിട്ട് എങ്ങനെ ഡെലിവർ ചെയ്യണം എന്ന് തീരുമാനിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഓഡിയൻസിനെ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മൾ ഏത് രീതിയിൽ ഡെലിവർ ചെയ്യണം എന്ന് തീരുമാനിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ ഏത് ലാംഗ്വേജിൽ സംസാരിക്കുന്നു, ഏത് ഭാഷയിലാണ് നമ്മൾ സംസാരിക്കുന്നത്, എന്തൊക്കെ മെറ്റീരിയൽ ആണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. തീരെ ലേ മെൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എഞ്ചിനീയറിംഗിലെ വലിയ വലിയ ഡിസൈൻ ഒന്നും കാണിച്ചിട്ടൊന്നും അവർക്കൊന്നും മനസ്സിലാവത്തില്ല. എന്നാൽ എഞ്ചിനീയേഴ്സിനോടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ഡിസൈൻ കാണിച്ചില്ലെങ്കിൽ അവർ വിചാരിക്കുമ്പോൾ എന്താ ഇങ്ങനെ പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഓഡിയൻസിനെ മനസ്സിലാക്കി വേണം നമ്മൾ എപ്പോഴും, ഓഡിയൻസ് ആണ് ഇമ്പോർട്ടന്റ്, ഓഡിയൻസിനെ ആണ് സെന്റർ ഫോക്കസ് ആയിട്ട് വെച്ചിട്ട് നമ്മുടെ പ്രസന്റേഷൻ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ലാംഗ്വേജ് ആൻഡ് ഡെലിവറി മസ്റ്റ് സൂട്ട് ദി ഓഡിയൻസ്. നമ്മുടെ ഓഡിയൻസിന് മനസ്സിലാവുന്ന ഭാഷയിലും അവർക്ക് മനസ്സിലാവുന്ന രീതിയിലും, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വാക്കുകളും ഡിസൈൻസും അങ്ങനത്തെ ഒക്കെ കാണിച്ച് മനസ്സിലാകാത്ത ഓഡിയൻസ് ആണെങ്കിൽ അതൊന്നും അവിടെ കാണിക്കരുത്. പകരം അതിനെ ഡൈല്യൂട്ട് ചെയ്തിട്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേണം പറയാനായിട്ട്. അതുപോലെ നമ്മുടെ സ്പീഡ് ഓഫ് അവർ ടോക്കിംഗ് മസ്റ്റ് ബി കൺട്രോൾഡ്. ഓക്കെ, എല്ലാവർക്കും, നമ്മളിപ്പോൾ 100 പേരുടെ മുമ്പിലാണ് സംസാരിക്കുന്നതെങ്കിൽ 100 പേർക്കും മനസ്സിലാവുന്ന രീതിയിൽ വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. ഓക്കെ, ആൻഡ്
ഉറങ്ങിപ്പോകുന്ന രീതിയിൽ റോബോട്ട് സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കരുത്. നമുക്ക് ടോണും പിച്ചും ഒക്കെ ഉണ്ട്. അപ്പം ആ ടോണും പിച്ചും ഒക്കെ ചേഞ്ച് ചെയ്ത് വേണം നമ്മൾ സംസാരിക്കാൻ. ഒത്തിരി ലൗഡായിട്ട് സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ്, ഒത്തിരി സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ്. ഓക്കെ, സോ ഇതൊക്കെ കൺട്രോൾ ചെയ്ത് വേണം സംസാരിക്കാൻ. Now when I am talking to you, see, I have got expressions on my face. That is one of the reasons why ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ ഫേസും കൂടെ ചേർത്താണ് റെക്കോർഡ് ചെയ്യുന്നത്. ഐ എം യൂസിങ് മൈ ഹാൻഡ് ടു ഷോ എക്സ്പ്രഷൻസ്, കമ്മ്യൂണിക്കേറ്റ് ജെസ്റ്റേഴ്സ്. ഓക്കെ, ഞാൻ നിൽക്കുന്ന രീതി, ഞാൻ ഇരിക്കുന്ന രീതി, ഞാൻ നിങ്ങളെ ഫേസ് ചെയ്യുന്ന രീതി, എൻ്റെ മുഖത്തിന്റെ എക്സ്പ്രഷൻ, ഓൾ ദിസ് കോൺട്രിബ്യൂട്ട്സ് ടു മൈ കമ്മ്യൂണിക്കേഷൻ, ടു മൈ പ്രസന്റേഷൻ. ഓക്കെ, അപ്പം നമ്മൾ പ്രസന്റ് ചെയ്യുമ്പം മുഖത്തോട്ട് നോക്കി നമ്മുടെ മുഖത്തിന്റെ എക്സ്പ്രഷൻസും നമ്മളുടെ സംസാരവും നമ്മുടെ ബോഡി ലാംഗ്വേജും കൈയുടെ ആക്ഷൻസ് ഇതെല്ലാം കൂടെ ചേർന്നാണ് നമ്മളുടെ ഡെലിവറി ആൾക്കാർക്ക് മനസ്സിലാവുന്നത്. സോ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദിസ് ഇസ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നമുക്ക് ലാബ് സെഷൻസ് ഒത്തിരി കാര്യങ്ങളുണ്ട് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസിൽ, ബോഡി ലാംഗ്വേജും കാര്യങ്ങളും ഒക്കെ. വി വിൽ ബി ലുക്കിംഗ് അറ്റ് ഓൾ ദാറ്റ് ഇൻ ഡീറ്റെയിൽ. പക്ഷെ ഓർത്തോണം, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പിന്നെ എപ്പോഴും ഫീഡ്ബാക്ക് എടുക്കണം. ഓക്കെ, നോ ഇപ്പൊ ഞാനിപ്പോൾ ഓൺലൈനാണ് പഠിപ്പിക്കുന്നത്. ഈ ഓൺലൈൻ പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ ആരുടെയും മുഖം കാണുന്നില്ല. മുഖം കാണുന്നില്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളിൽ നിന്നും ഒരു ഫീഡ്ബാക്ക് കളക്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ എടുത്ത സെഷൻ നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. രണ്ട് രീതിയിൽ നമുക്ക് ഫീഡ്ബാക്ക് നടത്താം. ഇപ്പോൾ ഞാൻ ലൈവ് സെഷനാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളോട് ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് പറയാം. ഡു യു ഹാവ് എനി ഡൗട്ട്സ് എന്നുള്ളത് ചോദിക്കുമ്പോൾ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതെനിക്ക് ക്ലിയർ ചെയ്ത് തരാനായിട്ട് പറ്റും. അപ്പം എനിക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, ചില കാര്യങ്ങൾ ചിലർക്ക് പിടികിട്ടിയിട്ടില്ല, ചില കാര്യങ്ങൾ പിടികിട്ടിയിട്ടുണ്ട്, ചിലത് വീണ്ടും എടുക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് പിടികിട്ടും. ഇനി ലൈവ് സെഷൻ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫോംസ് വഴി നമ്മൾ ഒരു ചെറിയ സർവേ നടത്തി നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കണ്ടക്ട് ചെയ്ത് എത്രത്തോളം മനസ്സിലായി എന്നുള്ളത് ഗേജ് ചെയ്യത്തക്കവണ്ണം നമ്മൾ ഒരു ഫീഡ്ബാക്ക് ഫോം ക്രിയേറ്റ് ചെയ്യണം. Okay, so we had done this feedback forms for your induction, student induction programine ഞാൻ ആ രീതിയിലായിരുന്നു നിങ്ങളുടെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്തിരുന്നത്. Okay, so those are some of the important tips. ഈ 6 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രസന്റേഷൻ നടത്താനായിട്ട് കഴിയും. Okay, so ഇന്നത്തെ ക്ലാസ്സിന് ഞാൻ ഈ ഗ്രൂപ്പ് ഡിസ്കഷനും പ്രസന്റേഷനും മാത്രം വെച്ചിട്ട് നിർത്തുക. ഓക്കെ, ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വി വിൽ കണ്ടിന്യൂ വിത്ത് പബ്ലിക് സ്പീക്കിംഗ്. പ്രസന്റേഷന്റെ ബാക്കിയാണ് പബ്ലിക് സ്പീക്കിംഗ്. ഓക്കെ, സോ പബ്ലിക് സ്പീക്കിങ്ങിന് ചില എക്സ്ട്രാ ടിപ്സ് ഉണ്ട്. ആ ടിപ്പുകളാണ് അടുത്ത ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ആൻഡ് ദെൻ വി വിൽ കൺക്ലൂഡ് വിത്ത് ബിസിനസ് പ്രസന്റേഷൻ. ഓക്കെ, ആഫ്റ്റർ ദിസ് I will share a form with you all. You can give me your feedback in the shared form. ഈ ക്ലിപ്പ് കൂടാതെ ഞാൻ നിങ്ങൾക്ക് വേറെ 2-3 യൂട്യൂബ് ലിങ്കുകളും അയച്ചു തരും. അതും നിങ്ങൾ കേൾക്കണം. They are very important. Okay. Hope you have understood this session. Thank you very much. See you in the next class.